അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 10ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാകൃതി സമവാക്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഈ സാധനം ഒന്ന് മനസ്സിലാവണം. ഈ സാധനം ആദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവണ്ടേ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ എന്താണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സമവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ഇക്വേഷൻ പഠിച്ചോ, ആ സമവാക്യം പഠിച്ചോ എന്ന്. എന്താണ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം? ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈക്വൽ ടു ഇട്ട് അല്ലെങ്കിൽ സമ ഇട്ട് എഴുതിയാൽ അതിന് പറയുന്ന പേരാണ് ഇക്വേഷൻ. അതുകൊണ്ട് ആ പേരിൽ തന്നെ ഈക്വൽ ടു, ഇക്വേഷൻ, സമം, സമവാക്യം, സമമുള്ള വാക്യം കേട്ടല്ലോ. അപ്പോൾ ഈക്വൽ ടു ഇട്ട് എന്ത് എഴുതിയാലും അതിനെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം കേട്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഇക്വേഷൻസ് ഇവിടെ എഴുതുവാണ്. 4x² + 3x + 9 = 0, 12x + 7 = 12, 7x³ + 4x² + 8x = 12, 9x⁴ + 3x² + 3x = 9, 4x² + 3x = 12, 3x² - 4x + 1 = 0. അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ സമവാക്യങ്ങളാണ് ആണല്ലോ. ഇവിടെ ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം എന്താണ്? ഇക്വേഷൻസ് ആണ്, സമവാക്യങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ളത് വെറും ഇക്വേഷൻ അല്ലെങ്കിൽ വെറും സമവാക്യമാണോ? അല്ല, നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നാണ്, അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യം എന്താണെന്നാണ്. അപ്പൊ ഈ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഏതാണ് രണ്ടാകൃതി സമവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറെ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് ഉപയോഗിച്ചല്ലേ എല്ലാം എഴുതിയിരിക്കുന്നത്. ആ ഏത് ലെറ്റർ ആണോ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേര് വേരിയബിൾ എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ്, ചരം എന്ന് പറയും. ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ചരം മാത്രമേ ഉണ്ടാകാവുള്ളൂ. നോക്കിയേ, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ചരം മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്ന് പറഞ്ഞാൽ എക്സ് ഉപയോഗിച്ചാണ് എഴുതുന്നെങ്കിൽ എല്ലാം എക്സ് ആയിരിക്കണം, വൈ ഉപയോഗിച്ചാണെങ്കിൽ എഴുതുന്നെങ്കിൽ എല്ലാം വൈ ആയിരിക്കണം, എക്സും വൈയും കൂടി ചേർന്നൊന്നും വരരുത്. ഇപ്പൊ നോക്കിയേ, ഇതെല്ലാം എന്താണ്, എക്സിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ആ എഴുതിയിരിക്കുന്ന എക്സ് ഇല്ലേ, ആ എക്സിന്റെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഏത് ലെറ്റർ ആണോ ആ ലെറ്ററിന്റെ ഏറ്റവും കൂടിയ പവർ 2 ആയിരിക്കണം. ഏറ്റവും കൂടിയ പവർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? എക്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടെ എക്സിന്റെ പവർ മേളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ 2 ആണ്. ഏറ്റവും കൂടിയത് 2 അല്ലേ? അപ്പൊ ഇത് ഉറപ്പായിട്ടും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് നോക്കി, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? എക്സ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. ഏറ്റവും കൂടിയ പവർ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഏറ്റവും കൂടിയ പവർ 1 ആണ്. 1 വന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുമോ? ഇല്ല. ഇത് നോക്കി, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? എക്സ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്, പ്രശ്നമില്ല. പക്ഷെ ഏറ്റവും കൂടിയ പവർ നോക്കണം. 1, എക്സിന്റെ പവർ 2, എക്സിന്റെ പവർ 3. ഏറ്റവും കൂടിയ പവർ 3 അല്ലേ? 3 വന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവോ? ഇല്ല, തേർഡ് ഡിഗ്രി ആവും, മൂന്നാകൃതി ആയിപ്പോ. നമുക്ക് 2 ആണ് വേണ്ടത്. ഇവിടെ നോക്ക്, എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, എക്സിന്റെ പവർ 4 ആണോ? അല്ല. ഇവിടെ നോക്ക്, എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, ഏറ്റവും കൂടിയ പവർ 2 അല്ലേ? അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, ഏറ്റവും കൂടിയ പവർ 2. അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നോക്കിയേ, ആ ഇക്വേഷനിൽ എക്സ് ഉപയോഗിച്ചോ വൈ ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് എഴുതിക്കോട്ടെ, ഒരെണ്ണേ കാണാവുള്ളൂ ലെറ്റർ. ആ ലെറ്ററിന്റെ ഏറ്റവും കൂടിയ പവർ എന്താണ്? 2 ആയിരിക്കണം. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ആണ്. 2x² + 3x = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ആണ്. നോക്കിയേ, എക്സിന്റെ പവർ 2, ഇവിടെ എക്സിന്റെ പവർ 1, ഏറ്റവും കൂടിയ പവർ 2. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. x² + 5x + 7 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ആണ്. ഏറ്റവും കൂടിയ പവർ 2. 5x² - 3x + 9 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ആണ്. ഏറ്റവും കൂടിയ പവർ 2. 9x² = 12.
ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ആണ്. ഈക്വൽ ടു വന്നിട്ടുണ്ട് എക്സിന്റെ ഏറ്റവും കൂടിയ പവർ 2. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു രണ്ടാംകൃതി സമവാക്യം ഒന്ന് കമന്റ് ചെയ്തേ, എന്നിട്ട് ബാക്കി കാണും. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് സാധനം. എന്താണ്? എക്സിന്റെ ഏറ്റവും കൂടിയ പവർ 2 ആയിരിക്കണം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ ഇക്വേഷനും, ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ സമവാക്യങ്ങളും ഉറപ്പായിട്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് മാത്രമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ചാപ്റ്ററിന് ആ പേരിട്ടത്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാൻ മതിയായിരുന്നില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈ ഇക്വേഷന്റെ അകത്ത് എക്സ് എഴുതിയിരിക്കുന്നില്ലേ, ആ എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കേട്ടല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ എക്സിന് 2 ഉത്തരങ്ങൾ ഉണ്ടാവും. എന്താണ്? എക്സിന് 2 ഉത്തരങ്ങൾ ഉണ്ടാവും. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം. എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ്. ആ എക്സിന് ഉറപ്പായിട്ടും 2 ഉത്തരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. കാര്യം 2 ഉത്തരങ്ങൾ ഇതിനുണ്ടാവും. കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ എന്ത് പഠിച്ചാലും അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അതിനെല്ലാത്തിനും 2 ഉത്തരങ്ങൾ ഉണ്ടാവും. പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരുന്നോ? വളരെ എളുപ്പത്തിൽ പഠിച്ചു തുടങ്ങാം. അവിടെ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യങ്ങൾ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം ആണ്. എങ്ങനെയാണ് ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ 5ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? 25. അപ്പൊ 5ന്റെ സ്ക്വയർ നമുക്ക് 25 എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു 1 മുതൽ 10 വരെത്തിൻ്റെങ്കിലും സ്ക്വയർ അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഗുണിച്ചാൽ കണ്ടുപിടിക്കാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ 36, 49, 64, 81, 100ന്റെ 100. അങ്ങനെ ഒരു 10 എണ്ണത്തിൻ്റെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അറിഞ്ഞില്ലെങ്കിൽ ഗുണിച്ചാണെങ്കിലും കണ്ടുപിടിച്ചോളൂ, അത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ് 25. 6ന്റെ സ്ക്വയർ എത്രയാണ്? 6 × 6 എത്രയാണ്? 36. ഇനി എല്ലാവർക്കും സംശയമുള്ള ഒരു ഭാഗമാണ്, എന്താണ് ഈ -5ന്റെ സ്ക്വയർ? -5ന്റെ സ്ക്വയർ -25 ആണോ? ശ്രദ്ധിച്ച്, 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 5നെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ -5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? -5നെ -5 കൊണ്ട് തന്നെ ഗുണിക്കണം. 5 × 5 ചെയ്യുമ്പോൾ 25. മൈനസും മൈനസും കൂടി ഗുണിക്കുമ്പോൾ എന്താവും? പ്ലസ് ആവും. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. കേട്ടല്ലോ. അല്ലെങ്കിൽ വർഗം കണ്ടുപിടിച്ചാൽ ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. -5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. അപ്പൊ -6ന്റെ സ്ക്വയർ എത്രയാണ്? 36 തന്നെയാണ്. ഇപ്പൊ പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. 7ന്റെ സ്ക്വയർ 49 ആണ്. നോക്ക്, -7ന്റെ സ്ക്വയറാ -49 ആണോ? അല്ല, +49 ആണ്. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതെല്ലാം വർഗങ്ങളാണ്. കേട്ടല്ലോ. അപ്പൊ അതെ, ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. 5ന്റെ സ്ക്വയർ ആണ് 25, അല്ലെങ്കിൽ വർഗമാണ് 25. തിരിച്ച് 25ന്റെ ആരാണ് 5? നോക്കിയേ, 25ന്റെ സ്ക്വയർ ആണ് 5. 5ന്റെ സ്ക്വയർ ആണ് 25. തിരിച്ച് 25ന്റെ ആരാണ് 5? അപ്പൊ ഞാൻ എൻ്റെ അച്ഛനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പറയുവാണ്, അതെന്റെ അച്ഛനാണ്. അപ്പൊ ആ പുള്ളി ആരാണ്? പുള്ളി എൻ്റെ അച്ഛനാണ്. തിരിച്ച് പുള്ളിയുടെ ഞാൻ ആരാണ്? അച്ഛനാണ്? അല്ല, ഞാൻ ആരാണ്? മകനാണ്. അതുപോലെ 5ന്റെ സ്ക്വയർ ആണ് 25, 5ന്റെ വർഗമാണ് 25. തിരിച്ച് 25ന്റെ ആരാണ് 5? 25ന്റെ റൂട്ടാണ് 5. 25ന്റെ വർഗമൂലമാണ് 5 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 25ന്റെ റൂട്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണോ 25 കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ട് എന്നൊക്കെ പറയും. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ വരെ പഠിച്ചത് 25ന്റെ റൂട്ട്, സ്ക്വയർ റൂട്ട്, വർഗമൂലം 5 ആണെന്നാണ്. പക്ഷെ
25 സ്ക്വയർ കിട്ടുന്ന -5 കൂടി ഇല്ലടാ. അപ്പൊ നമ്മള് ഇങ്ങനെ പറയും, 25 റൂട്ട് എടുത്താൽ നമുക്ക് +5 ആൻസർ കിട്ടും, -5 ആൻസർ കിട്ടും. കാര്യം എന്താണ്? 5ന്റെ സ്ക്വയർ 25 -5ന്റെ സ്ക്വയർ 25 നോക്കിയേ, 36ന്റെ റൂട്ട് എടുത്താൽ എന്തിന്റെ സ്ക്വയർ ആണെന്നാണ് എഴുതേണ്ടത്? റൂട്ടിന്റെ അർത്ഥം 6ന്റെ സ്ക്വയറുമാണ്, -6ന്റെ സ്ക്വയറും അല്ലടാ. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ വരൂലേ, 6ഉം വരും -6ഉം വരും. അതുപോലെ തന്നെ റൂട്ട് 49 വന്നു കഴിഞ്ഞാൽ അത് 7ന്റെ സ്ക്വയറുമാണ്, -7ന്റെ സ്ക്വയറുമാണ്. അപ്പൊ നമ്മൾ എഴുതാനുള്ള ഒരു എളുപ്പത്തിൽ ഇത് ഇങ്ങനെ എഴുതും, 81 റൂട്ട് 81 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണ്? 9ന്റെ സ്ക്വയർ ആണ്. 9ന്റെ മാത്രം സ്ക്വയർ ആണോ? അല്ല, +9ന്റെ സ്ക്വയറും ആണ്, -9ന്റെ സ്ക്വയറും ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? +or-9 എന്ന് എഴുതും. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, റൂട്ട് 25 എത്രയാണ്? +or-5, +5 ഉണ്ട് -5 ഉണ്ട്. റൂട്ട് 49 +7 ഉണ്ട് -7 ഉണ്ട്. റൂട്ട് 100 എത്രയുണ്ട്? +10 ഉണ്ട് -10 ഉണ്ട്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഓർക്കണുണ്ടല്ലോ, എളുപ്പമല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്, ശ്രദ്ധിച്ചിരുന്നോളാം. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ഭയങ്കര എളുപ്പമാണ്. ഇത് ഇവിടെ നോക്കിയേ, എക്സിന്റെ വില കാണുക, x² = 25. എക്സിന്റെ വില കാണുക, x² = 25. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചു. എന്താണ് ചോദ്യം? നമുക്ക് തന്നിട്ടുണ്ട് x² = 25. ഇതിന്റെ അകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്, നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എക്സ് കണ്ടുപിടിക്കണം. സ്ക്വയറുകളിൽ നിന്നും അല്ലെങ്കിൽ വർഗത്തിൽ നിന്നും തിരിച്ച് എക്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ റൂട്ട് എടുത്താൽ മതി. നോക്കിയേ, അപ്പൊ നമുക്ക് x² എക്സ് ആക്കാൻ റൂട്ട് എടുക്കണം. നമ്മൾ ഈ സമത്തിന്റെ ഇപ്പുറത്ത് റൂട്ട് എടുത്ത കാരണം ഉറപ്പായിട്ടും അപ്പുറത്തും റൂട്ട് എടുത്തോളണം. ഒരു സ്ക്വയറിന്റെ ആണ് നിങ്ങൾ റൂട്ട് എടുക്കുന്നതെങ്കിൽ ആ റൂട്ടിന്റെ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകുമെന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കി ഇവിടെ ആൻസർ എന്ത് വരും? എക്സ്. റൂട്ട് 25ന്റെ ആൻസർ നമുക്കറിയാം. റൂട്ട് 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? +or-5. അപ്പൊ ഇവിടെ ഉത്തരങ്ങൾ ഏതാണ്? x = 5 ഉണ്ട്, x = -5 ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഒരു ചോദ്യത്തിന് ഉറപ്പായിട്ടും രണ്ട് ഉത്തരങ്ങൾ ഉണ്ടാവും. രണ്ട് ഉത്തരങ്ങളില്ലേ? രണ്ട് ഉത്തരങ്ങളുണ്ട്, കേട്ടല്ലോ. ഇനി ഇതെന്ന് പറഞ്ഞേ, x² = 100. ഇതിന്റെ അകത്ത് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടിടത്തും റൂട്ട് എടുക്കുക. റൂട്ട് x² = √100. എന്ത് ചെയ്യും? ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോവും, ബാക്കി ഇവിടെ എക്സ്. 100ന്റെ റൂട്ട് എത്രയാണ്? 100 10ന്റെ സ്ക്വയർ ആണ്, അപ്പൊ +or-10. അപ്പൊ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സിന്റെ ഉത്തരങ്ങൾ എത്രയാണ്? x = 10ഉം x = -10ഉം. ക്ലിയർ ആയില്ലടാ? ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ചോദ്യം ഒരെണ്ണം കൂടി ചെയ്യാം, ഭയങ്കര എളുപ്പം. നോക്കിയോ, മൂന്നാമത്തെ ചോദ്യം, x² = 64. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. എക്സിന്റെ വില കാണുക. എന്ത് ചെയ്യണം? ഇപ്പുറത്ത് റൂട്ട് എടുക്കണം, അപ്പുറത്തും റൂട്ട് എടുക്കണം. ഇപ്പുറത്ത് റൂട്ട് എടുത്താൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി എക്സ് എന്ന് കിട്ടും. 64ന്റെ റൂട്ട് 8ന്റെ സ്ക്വയർ ആണ്, +or-8. എക്സിന്റെ വാല്യൂ 8 എന്നും കിട്ടി, -8 എന്നും കിട്ടി. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്ര ഉള്ളടാ. ഇനി ഈ ചോദ്യം തന്നെ കുറച്ചുകൂടി കൂട്ടി ഇങ്ങനെ ചോദിക്കാം, ശ്രദ്ധിച്ചു. അപ്പൊ ഇത് അടുത്ത ടൈപ്പ്, ശ്രദ്ധിച്ചു. ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. എക്സിന്റെ വില കാണുക. x+1² = 16. x+1² = 16 എന്ന് ചോദ്യം. നേരത്തെ ചെയ്തത് പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഒന്നുമില്ലടാ, നമുക്ക് ചോദ്യം എന്താണോ അത് അങ്ങോട്ട് എടുത്തെഴുതുക. x+1² = 16 എഴുതിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ, നമ്മൾ നേരത്തെ ഈ സ്ക്വയർ കളയാൻ എന്താ എടുത്തത്? റൂട്ടാ എടുത്തത്. ഇവിടെ ഒരു വലിയ സാധനത്തിന് ഇതിന് മൊത്തം നിങ്ങൾ എക്സ് ആയിട്ട് എടുത്തോ, ഒരു സാധനത്തിന്റെ സ്ക്വയർ ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ റൂട്ട് എടുക്കണം. x+1² റൂട്ട് എടുക്കണം, ഇപ്പുറത്ത് 16ന്റെ റൂട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വയർ പുറത്ത് കിടക്കുന്ന കാരണം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? x+1 ആണുള്ളത്. കഴിഞ്ഞ ചോദ്യത്തിന് അതിൻ്റെ അകത്ത് എക്സ് ആയിരുന്നുണ്ടായിരുന്നു, ഇവിടെ x+1. ഇവിടെ റൂട്ട് 16 എന്തിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ +or-4 എന്ന് കിട്ടി. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് ഇവിടെ രണ്ട് ഉത്തരങ്ങളുണ്ട്. നേരത്തെ ഒറ്റയടിക്ക് എക്സ് ആയതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഉത്തരങ്ങൾ. x+1 = എന്ത് കിട്ടി?
+4 എന്നും കിട്ടി, x+1 ഈക്വൽ ടു എന്ത് കിട്ടി, -4 എന്നും കിട്ടി. അപ്പൊ നമ്മൾ രണ്ടും ചെയ്യണം. നമുക്ക് x ആണ് വേണ്ടത്, ഈ പ്ലസ് ഒന്ന് അപ്പുറത്തേക്ക് പോവുക, x ഈക്വൽ ടു ഈ പ്ലസ് ഒന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ -1 ആവും. അപ്പൊ x ഈക്വൽ ടു 4 1 പോയാൽ 3. ഇവിടെയും അതുപോലെ തന്നെ x+1 ഈക്വൽ ടു -4 ആണ്. ഈ പ്ലസ് ഒന്ന് അപ്പുറത്തേക്ക് പോവുക, അപ്പൊ എന്താവും, -1 ആവും. അപ്പൊ x ഈക്വൽ ടു -4 -1. അപ്പൊ ആൻസർ എത്ര വരും, x ഈക്വൽ ടു -5. രണ്ട് ഉത്തരങ്ങൾ 3ഉം -5ഉം. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, ശ്രദ്ധിച്ചോ. നോക്കിക്കോ, എന്താണ് x+3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, രണ്ടിടത്തും റൂട്ട് എടുക്കണം. x+3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √36. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോവും, ബാക്കി x+3. 36ന്റെ റൂട്ട് എത്രയാണ്, 6ന്റെ സ്ക്വയർ ആണ്, +or-6. രണ്ടാക്കണം. x+3 ഈക്വൽ ടു ആദ്യം +r എടുക്കുക, x+3 ഈക്വൽ ടു -r എടുക്കുക. ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. x ഈക്വൽ ടു 3 ഇവിടെ കൂട്ടിയിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കണം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. ഈ 3 ഇവിടെ കൂട്ടിയിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ x ഈക്വൽ ടു എത്രയാണ്, -9. എളുപ്പമല്ലേ? ഒരെണ്ണം കൂടി നോക്കണം, ദേ ശ്രദ്ധിച്ചോ. ഒന്നുമില്ല, x+5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. 25 അല്ലേ? നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ 25 ഉണ്ട്, 25 ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം 2 0 വരും. അപ്പോൾ x+5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കും, x+5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. രണ്ടിൻ്റെയും എന്തെടുക്കുക, റൂട്ട് എടുക്കുക. x+5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √49. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ x+5 ഈക്വൽ ടു 49ന്റെ റൂട്ട് എത്രയാണ്, +or-7. അപ്പൊ x+2 ആക്കണം. x+5 ഈക്വൽ ടു +7 എന്ന് എടുക്കും, x+5 ഈക്വൽ ടു -7 എന്ന് എടുക്കും. ഈ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ 7 - 5 2 ഉത്തരം കിട്ടും. 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ -7 -5 -12 എന്ന് അടുത്ത ഉത്തരം കിട്ടും. ഇവിടെ എളുപ്പമല്ലടാ. രണ്ടാമത്തെ ടൈപ്പ്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ അടുത്ത മെത്തേഡിന്റെ പേര് സ്ക്വയർ കംപ്ലീഷൻ എന്നാണ്, അല്ലെങ്കിൽ വർഗം പൂർത്തിയാക്കൽ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ പഠിച്ച മോഡൽ ഇങ്ങനെയല്ലേ, x² പഠിച്ചു, x+5 ഹോൾ സ്ക്വയർ ഒക്കെ പഠിച്ചു. ഇങ്ങനെ വരുന്ന 2 മോഡലാണ് പഠിച്ചത്. ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 25 നമുക്ക് 5² എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ 100 നമുക്ക് 10² എന്നാ -10² എന്നൊക്കെ എഴുതാം. 49 നമുക്ക് എന്തെഴുതാം, 7² എന്നാ -7² എന്നാ എഴുതാം. 63 നമുക്ക് വല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല, കൃത്യമായിട്ട് നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ 63 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗമല്ല എന്ന് പറയും. ബാക്കി എഴുതി വെച്ചിരിക്കുന്ന ഈ നമ്പറുകളെല്ലാം എന്താണ്, പെർഫെക്റ്റ് സ്ക്വയറുകളാണ്, പൂർണ്ണവർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം തരും, x² + 10x. ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? അതായത് ഇതിനെ ഒരു സാധനത്തിന്റെ ഇതുപോലെ സ്ക്വയർ ആക്കി എഴുതണം. ഇതിപ്പോ ഒരെണ്ണത്തിന്റെ സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത്, ഒരു x² കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇത് മുഴുവത്തിനെയും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാ നോക്കണം. എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ എത്രയാണ്? എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 10 ആണ്. ഇവിടെ ആ 10ന്റെ പകുതി എടുക്കണേ. പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടും? 10ന്റെ പകുതി എത്ര കിട്ടി? 5 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ നോക്കി ആ സംഖ്യയുടെ പകുതി എടുത്തു. ആ പകുതി കിട്ടിയ സംഖ്യയുടെ സ്ക്വയർ എടുക്കണം. അപ്പൊ എത്ര കിട്ടും? 25. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ എടുത്തു, പകുതി എടുത്തു, സ്ക്വയർ എടുത്തു. അപ്പൊ നമുക്ക് 25 കിട്ടി. ആ 25 അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഈ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ മുഴുവൻ ഉറപ്പായിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. കേട്ടല്ലോ? അപ്പൊ അതെങ്ങനെ എഴുതാൻ, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉള്ളൂ നോക്കിയേ. ആദ്യത്തെ നമ്പർ നോക്കുക, x². ഈ x² എന്ന് പറയുന്നത് x²ന്റെ റൂട്ട് എടുക്കുക, x ആണ്. അവസാനത്തെ നമ്പർ നോക്കുക, 5. 5 എന്തിന്റെ റൂട്ടാണ്? 5 അല്ല 25. 25 എന്തിന്റെ റൂട്ടാണ്? 5ന്റെയാണ്. 5ന്റെ സ്ക്വയർ അല്ല 25, അല്ലെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5. അത് രണ്ടും ഇങ്ങനെ എഴുതുക. അതായത് ആദ്യത്തതും അവസാനത്തതും മാത്രം മതി റൂട്ട് എടുത്ത്. എന്നിട്ട് ഇവിടുത്തെ ചിഹ്നം നോക്കുക, പ്ലസ്.
അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്ക്വയർ എഴുതിയാൽ മതി. ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗം പൂർത്തിയാക്കൽ എന്ന് പറയുന്നത്. ഇത് സ്ക്വയർ അല്ലായിരുന്നല്ലോ, അപ്പൊ നമ്മൾ 25 കൂടി കൂട്ടിയാനായിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 12x എന്ത് കൂട്ടിയാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും അല്ലെങ്കിൽ പൂർണ്ണവർഗമാകും എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ എടുക്കുക 12, അതിന്റെ പകുതി എടുക്കുക, എത്രയാണ്? 6. അതിന്റെ സ്ക്വയർ എടുക്കുക 36. എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ പകുതി സ്ക്വയർ, എന്നിട്ട് അതിവിടെ ആഡ് ചെയ്യുക. ഇത് ഉറപ്പായിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് എത്രയാണ്? 36. ഇത്രേ ഉള്ളൂ. ഇനി അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ആദ്യത്തതും അവസാനത്തതും മാത്രം. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ് ആണ്, 36ന്റെ റൂട്ട് 6 ആണ്, 6ന്റെ സ്ക്വയർ. ഇവിടുത്തെ ചിഹ്നം എന്താണോ അത് തന്നെ പ്ലസ്, എന്നിട്ട് അങ്ങോട്ട് സ്ക്വയർ ഇട്ടാൽ മതി. ഒരെണ്ണം കൂടി നോക്കണം. ഇതേ നോക്കിയോ, എക്സ് സ്ക്വയർ മൈനസ് 4x. ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ, എന്ത് കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും, ഇതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ എടുക്കുക. എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ എത്രയാണോ? 4. 4ന്റെ എന്തെടുക്കണം? പകുതി. 4ന്റെ പകുതി എത്രയാണ്? 2. കഴിഞ്ഞോ? ഇല്ല, 2ന്റെ സ്ക്വയർ കൂടി എടുക്കണം. അപ്പൊ എത്രയാണ്? 4 എടുത്തു, പകുതി എടുത്തു, സ്ക്വയർ എടുത്തു, 4. ഇത് കൂട്ടണം. ഇത്രേ ഉള്ളൂ. ഇത് ഉറപ്പായിട്ടും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇനി എങ്ങനെ എഴുതണം? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ് എഴുതി, 4ന്റെ റൂട്ട് 2 എഴുതി, ഇവിടുത്തെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുത്തു, സ്ക്വയർ ഇട്ടു. ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വർഗം പൂർത്തിയാക്കൽ അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് എഴുതിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് 14x എന്ത് കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകും? എത്ര കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും? ഇവിടെ 25 കൂട്ടിയപ്പായി, ഇവിടെ 36 കൂട്ടിയപ്പായി, ഇവിടെ 4 കൂട്ടിയപ്പോഴായി. അങ്ങനെ ഇവിടെ എത്ര കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും, ഇതൊരു പൂർണ്ണവർഗമാവും എന്നുള്ളതാണ്. ഇതാണ് വർഗം പൂർത്തിയാക്കൽ ചെയ്യാനുള്ളത്. വേഗം അതിന്റെ ആൻസർ കൂടി കമന്റ് ചെയ്തേ, എന്നിട്ട് ബാക്കി കാണും. എടാ ഇവിടെ നോക്കി, നമ്മൾ 3 മോഡലുകൾ പഠിച്ചു. ആദ്യം ഇത് പഠിച്ചു, പിന്നെ ഇത് ഇങ്ങനെ വരുന്ന പഠിച്ചു, പിന്നെ ഇത് പഠിച്ചു. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇനി ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരും, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 = 0. ഇങ്ങനെ ഒരു ചോദ്യം വരും. നോക്കിയേ, ഈ ഒരു കറക്റ്റ് പെർഫെക്റ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെ, ഒരു കറക്റ്റ് രണ്ടാം ഡിഗ്രി സമവാക്യം. ഇതിന്റെ അകത്തുനിന്ന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എന്താണ്? എക്സിന്റെ വില കാണുക. എങ്ങനെ? ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡുകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മെത്തേഡുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് എക്സിന്റെ വില കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷനാണിത്, -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ. എന്താണ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. അപ്പൊ ഇതാണ് ഇക്വേഷൻ. എന്താണ്? -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. കേട്ടല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം, നിർബന്ധമാണ്. ഒന്ന് ഇപ്പൊ തന്നെ പഠിച്ചേ. -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഏത് ചോദ്യം വന്നാലും നമുക്ക് ഈ ഇക്വേഷൻ വഴി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കേട്ടല്ലോ? ഇനി ഇക്വേഷൻ വഴി ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്കിത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതണം. എന്നിട്ട് ഈ ഇക്വേഷന്റെ വില, എക്സിന്റെ വാല്യൂ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ അങ്ങോട്ട് എഴുതും. -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. എഴുതാലോ? ഈ ഇക്വേഷൻ എഴുതി. ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് a ഉണ്ട്, b ഉണ്ട്, c ഉണ്ട്. ഈ 3 സാധനങ്ങൾ മാത്രമല്ലേ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എഴുതലാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്, വേറൊന്നുമില്ല. a എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ. എക്സ് സ്ക്വയറിന്റെ കൂടെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ 1 ഉണ്ടെന്നാണ്. കേട്ടല്ലോ? എക്സ് സ്ക്വയറിന്റെ കൂടെ എത്രയാണ്? 1. അതാണ് a. b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 5. c എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സംഖ്യ എത്രയാണ്?
6. അപ്പൊ എയും ബിയും സിയും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എയും ബിയും സി എന്താണ്? എക്സ് സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്നത് എ, എക്സിന്റെ കൂടെ നിൽക്കുന്നത് ബി, ഒറ്റയ്ക്ക് നിൽക്കുന്നത് സി. അതെടുത്ത് എഴുതുക, ഇത്രേ ഉള്ളൂ. ഇതെടുത്ത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലടാ. ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽ ടു ഈ ലെറ്റേഴ്സിന് പകരം ഈ നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. മൈനസ് ബി, ബി എത്രയാണ്? 5 പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ അകത്ത് ബിയുടെ സ്ക്വയർ, ബി എത്രയാണ്? 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 1 ഇൻറ്റു സി എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ അല്ലേ, എ എത്രയാണ്? 1. ഇവിടെ നോക്ക്, എക്സ് ഈക്വൽ ടു -5 അതുപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 മൈനസ് 4 ഇൻറ്റു 1 4 ആണ്, 4 ഇൻറ്റു 6 24 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എത്രയാണ്? 2. അപ്പൊ എക്സ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 24 കുറച്ചാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1/2. ഇനി ഇവിടെ ശ്രദ്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ്, എക്സ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്തിന്റെ സ്ക്വയർ ആണ്? 1ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 1 എഴുതി /2. ഇത്രയും ആയി കഴിഞ്ഞ്, അതായത് റൂട്ട് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ക്വസ്റ്റിനെ 2 ആയിട്ട് തിരിക്കും. അതിനാണ് ഇവിടെ പ്ലസും മൈനസും ഇട്ട് തന്നിട്ടുള്ളത്. നോക്കിയേ, എക്സ് ഈക്വൽ ടു ആദ്യം പ്ലസ് ഉള്ളത് മാത്രം എടുക്കും, ഈ മൈനസ് നമ്മൾ എടുക്കൂല. അപ്പൊ എന്ത് വന്നു? -5 പ്ലസ് ഓർ മൈനസിൽ പ്ലസ് മാത്രം എടുക്കും. പിന്നെ എത്രയാണ്? 1/2. അടുത്ത എന്താണ്? എക്സ് ഈക്വൽ ടു ഇതിൽ മൈനസ് മാത്രം എടുക്കും. എന്താണ്? -5 പ്ലസ് ഓർ മൈനസിൽ മൈനസ് മാത്രം, -1/2. ഇനി ഇത് രണ്ടും കൊണ്ട് ചെയ്താൽ മതി. നോക്കിയേ, -5 പ്ലസ് 1 -4/2. ആൻസർ എത്ര കിട്ടി? -2. അടുത്തത് -5 -1 -6/2. ആൻസർ എത്ര കിട്ടും? -3. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ -2 -3. ക്ലിയർ ആയോ? ഇതാണ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന രീതി. അതായത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക, ഇക്വേഷൻ എഴുതുക, എയും ബിയും സിയും എടുത്ത് എഴുതുക. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്നത്, ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്നത്, സി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എന്നിട്ട് പെറുക്കി എഴുതി ഇട്ട് കൊടുത്താൽ മതി. റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 2 ആക്കി ചെയ്തോളാം. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആകെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിക്കാനുള്ളത്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ തരത്തില്ല. എന്താണ്? ഒരു ചോദ്യത്തിൻ്റെ അകത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് എക്സ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കേട്ടല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ബേസിക്സ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ. കേട്ടല്ലോ? ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ. എളുപ്പമല്ലേ? അപ്പോൾ ഇനി ബാക്കി അടുത്ത പാർട്ട്.